ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തു നിന്നാണ്. അതേപോലെ തന്നെ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് അഡ്ജസ്റ്റിങ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ 1-2 വർക്കുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ കാണിച്ചേക്കണ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ബാറ്ററിയുടെ പ്രോബ്ലം ആയിട്ടാണ് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ചാർജൊക്കെ വളരെ ലോ ആയിരുന്നു. അപ്പോൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വോൾട്ട് നമുക്ക് 12.6 റേഞ്ചിലേക്ക് വോൾട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ജർക്കിങ്, ചെറിയൊരു ഷെയ്ക്കിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോയേക്കാണ്. ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ ബോൾട്ട് ചെയ്യണ ഭാഗമൊക്കെ പൊട്ടിയാണ്. അപ്പോൾ അത് കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നുണ്ട്. അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുകൂടാതെ എഞ്ചിൻ ഓയിൽ മാറുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. നിലവിൽ ഓയിൽ മാറ്റാം. പിന്നെ അതേപോലെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് പറഞ്ഞാണ്. അപ്പോൾ ബ്രേക്ക് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. ഈ തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രേക്ക് കുറയുമ്പോഴത്തേക്ക് നമുക്ക് കേബിൾ അടക്കം മാറ്റേണ്ട സിറ്റുവേഷൻ വരും. കാരണം ഫ്രണ്ടിലത്തെ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ, അതായത് ഇത് ഇത്രയും ലെങ്ത്താണ് സാധാരണ വരാറ്. കാരണം അപ്പോഴാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങടേക്ക് അടുത്ത് വരുള്ളൂ. ഇതിപ്പോൾ ഔട്ടർ വലിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുക. അപ്പോൾ നിസ്സാരം ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമുക്ക് സെറ്റാക്കി ഇടാം. അടുത്ത പ്രാവശ്യം ബ്രേക്ക് ലൈനർ മാറ്റുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഈ കേബിളും കൂടി അഴിച്ച് മാറണം കേട്ടോ. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാറ്റുമ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറും ഈ കേബിളും കൂടി മാറ്റിയാലാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ബ്രേക്ക് ഈ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ നിലവിൽ ബാറ്ററിയുടെ കംപ്ലയിൻറ്റും ഉണ്ട്. അപ്പോൾ ബാറ്ററി അടക്കം നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ബാറ്ററിയുടെയും എഞ്ചിൻ ഓയിലിൻ്റെ എല്ലാം അടക്കം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ബാറ്ററി നമുക്ക് വരുന്നത് ആംറോണിൻ്റെ ബാറ്ററിയാണ്. 2 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ളതാണ്. വേറെ നല്ല ബാറ്ററിയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.